അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവർ രണ്ടുപേരും തമ്മിൽ തല്ലുണ്ടായി ഒരു ചെറിയ കഷ്ണത്തിനും വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ട് അവരുടെ ഇടയിൽ നീതി നടപ്പാക്കാനാണ് നമ്മുടെ ബന്ദർ വന്നത്. അങ്ങനെ ഇതിങ്ങനെ മുറിച്ച് അത് തൂക്കം കൂടും ഇത് തൂക്കം കുറയും അങ്ങനെ ആയിട്ട് ഈ പ്രവർത്തനം തന്നെ ഉസ്നെ അവൻ, അതായത് കുരങ്ങച്ചൻ, കഈ ബാർ ഒരുപാട് പ്രാവശ്യം ചെയ്തു. അതായത് ഇങ്ങനെ തന്നെ ഒന്നിന് തൂക്കം കൂടുമ്പം അത് കടിച്ചിട്ട് സമാക്കാൻ നോക്കുമ്പോൾ മറ്റേ കുറഞ്ഞു പോകും. അങ്ങനെ കുറേ ചെയ്തു. ഓർ ബില്ലിയ പൂച്ചകളാണെങ്കിലോ ഉസ്കി തറഫ് അവൻ്റെ അടുത്ത് തെക്തീ രഹേ അതിങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ ഇൻസാഫ് കബ് ഹോക, ഈ നീതിനെ എപ്പോഴാണ് ഉണ്ടാകുക? ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി. അപ്പോൾ ആഹിർമേ അവസാനം ഏക്ക് ചോട്ടാസ, ഒരു ചെറിയ ചോട്ടാസ പറഞ്ഞാൽ ഒന്നുകൂടെ ചെറിയ തുക്കിട കഷ്ണം രഹ്ഗയ ശേഷിച്ചു. അതായത് കഷ്ണാക്കി ലാസ്റ്റ് ഒരു ചെറിയ കഷ്ണം ശേഷിച്ചു. അപ്പോൾ ബന്ദർ കുരങ്ങച്ചൻ പോലെ പറഞ്ഞു, എന്തെന്നാൽ ഉസ്കെ അതിനെ ക്യാ രേജേ കറോ, എങ്ങനെ ഇനി കഷ്ണമാക്കാൻ പറ്റും? രേസാക്കറിന് പറഞ്ഞാൽ കഷ്ണമാക്കുക. അതായത് ചെറിയൊരു കഷ്ണം ഉണ്ടല്ലോ, ആ കഷ്ണം നോക്കിയിട്ട് പറയാം ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ കഷ്ണമാക്കും? ഉസ്സേ തുമാര അതിൽ നിന്ന്, അതായത് അതും കൂടെ 2 കഷ്ണമാക്കിയാൽ ഉസ്സേ അതിൽ നിന്ന് തുമാര നിങ്ങൾക്ക് ക്യാ ബലാഹോക, എന്ത് ഗുണം കിട്ടും? തുമാരി നീയത്ത്, എന്ത് ഗുണം കിട്ടും? തുമാരി നീയത്ത് കി ഖറാബീനെ, നിങ്ങളുടെ ഉദ്ദേശത്തിന്, നിങ്ങളുടെ നീയത്തിൻ്റെ നാശം, പഹ്ലേഹി ആദ്യം തന്നെ ഈ പ്രവർത്തനത്തെ ബിഗാഡിയ വഴിവിയപ്പിച്ചു, തെറ്റിച്ചു. അതായത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ നീയത്ത് എന്തായിരുന്നു? എനിക്ക് വേണം, അവന് വേണം. അങ്ങനത്തെ ആ നീയത്ത് തന്നെ എന്തായി? തുടക്കത്തിൽ തന്നെ തെറ്റിപ്പോയി. നല്ല നീയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേർക്കും ഒന്ന് കിട്ടേനൊന്ന്. മൈനെ ഞാനാണെങ്കിലോ ദോനോ ടുക്കുഡോക്ക 2 കഷ്ണങ്ങളെയും വസൻ, 2 കഷ്ണങ്ങളുടെയും വസൻ തൂക്കം ബറാബർ കർണേമേ എന്ന് പറഞ്ഞാൽ ബറാബർ കർണ പറഞ്ഞാൽ തുല്യമാക്കുക. അപ്പം ഞാനാണെങ്കിൽ ഈ 2 കഷ്ണത്തെ തുല്യമാക്കുന്നതിൽ കിത്നി മിഹ്നത് കി ഹേ, എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ രണ്ടാളുടെ ഇടയിൽ നീതി നടപ്പാക്കാൻ വേണ്ടി ഞാൻ ഈ 2 കഷ്ണത്തിന് വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടുണ്ട്. തറാസോ തുലാസാണെങ്കിൽ ഉഠായെ ഉയർത്തി ഹാത്ത്, എൻ്റെ കൈ തെഗയെ ക്ഷീണിക്കുകയും ചെയ്തു. ചലോ വരൂ, ടുക്കിടാഹി ഈ കഷ്ണം കൂടി, അതായത് എൻ്റെ കയ്യിൽ ശേഷിക്കുന്ന ഈ കഷ്ണം കൂടി മേരി മസ്ദൂരി ദേതോ, എൻ്റെ കൂലിയായിട്ട് തന്നാലും. കഹ്കർ ഇതും പറഞ്ഞിട്ട് ബന്ദറിനെ കുരങ്ങച്ചൻ ടുക്കിടാബി ആ ചെറിയ കഷ്ണവും ഖാലിയ അതും കൂടെ തിന്നു. ഇപ്പം എന്താ ഉണ്ടായത്? ഇത് 2 കഷ്ണാക്കി ഇതിങ്ങനെ നോക്കി ഇവരിങ്ങനെ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ അവസാനം ചെറിയൊരു കഷ്ണം എന്തായി? ശേഷിച്ചിരുന്നു. അപ്പോൾ ഈ ചെറിയ കഷ്ണം ശേഷിച്ചപ്പോൾ ഈ കുരങ്ങച്ചൻ ഇവരോട് പറഞ്ഞത് എന്താ അറിയോ? ഇതിപ്പോൾ ഞാനിനി എങ്ങനെ കഷ്ണാക്കുക? ഇതിനി കഷ്ണമാക്കിയാൽ തന്നെ നിങ്ങൾക്ക് 2 എന്ത് ഗുണം ഉണ്ടാവുക? നിങ്ങൾ ആദ്യത്തെ നീയത്തുണ്ടല്ലോ, അതായത് നിങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം തന്നെ പിഴച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഈ 2 കഷ്ണം തുല്യമാക്കാൻ വേണ്ടി എത്ര ക്ഷീണിച്ചു അല്ലേ, എത്ര പരിശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തുലാസിങ്ങനെ പൊന്തിച്ച് എൻ്റെ കൈയാകെ ക്ഷീണിക്കുകയും ചെയ്തു. എന്നിട്ട് മൂപ്പര് പറയാണ്, ഞാൻ ഇത്രയും ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് എൻ്റെ കൂലിയായിട്ട് ഇത് തന്നാലും. അങ്ങനെ ഇതും പറഞ്ഞിട്ട് കുരങ്ങച്ചൻ അവൻ്റെ പണി എന്താക്കി? അവർക്കിടയിൽ അങ്ങോട്ട് നടപ്പിലാക്കി. ഇതാണ് 2 ആളുകൾക്കിടയിൽ കാര്യം നടപ്പിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ശരിക്കും പോലെ അർത്ഥം വെച്ച് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.